നെക്സ്റ്റ് എന്ന കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള സിഒനെ കുറിച്ചുള്ള ചർച്ച ചെയ്യലൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു കമ്പനിക്കെതിരായിട്ട് ഒരുപാട് കേസസും മറ്റൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയെ സിഒ ആക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നൊക്കെ ഓൺഹോയ് അഭിപ്രായപ്പെടുന്നു. സോ അവരും അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് ക്യുഹയുടെ പേരൊക്കെ ജിയോണും കൃത്യമായി തന്നെ പറയുകയാണ്. ക്യുഹയ്ക്കും അത് കേട്ട് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. കമ്പനിയുടെ സിഇഒ ആയിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ പേരൊക്കെ കൃത്യമായി പറയേണ്ടത് സിഇഒയുടെ തന്നെ ഉത്തരവാദിത്വം എന്ന രീതിക്കൊക്കെയാണ് ഇപ്പോൾ ജിയോൺ പോലും സംസാരിക്കുന്നത്. ഈ അടുത്തായിട്ട് ജിയോൺ ഞങ്ങളുടെ എല്ലാവരുടെയും പേര് കൃത്യമായി തന്നെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ജിയോണിന് മൊത്തത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ എംപ്ലോയീസിനിടയിലും സംസാരിക്കുന്നു. ഫർണിച്ചേഴ്സ് ഒക്കെ വിൽക്കുന്ന ഒരു കമ്പനിയുടെ സിഇഒയൊക്കെ ജിയോണെ കാണുവാനായിട്ട് എത്തുകയാണെന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ ക്വാഹിയും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ആ ഒരു സിഇഒയ്ക്ക് വളരെയധികം ഭംഗിയൊക്കെയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഗേൾസും അവന്റെ ഫാൻസ് ആണ്. നമ്മുടെ സിഒയും ആ ഒരു സിഒയും ഒന്നിക്കുകയാണെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും എന്നൊക്കെ ഉൺഹോയുടെ അടുത്തും അവൻ പറയുന്നു. അങ്ങനെ ജിയോണും ഇപ്പോൾ ആ ഒരു സിഒ ആയിട്ടുള്ള മിന്നിന്റെ അടുത്ത് ഡിസ്കഷനൊക്കെ വെച്ചിരിക്കുകയാണ്. ഈ ഒരു മീറ്റിംഗിന്റെ സമയത്തെല്ലാം തന്നെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും മിന്നും കൂടുതലായിട്ടൊക്കെ ഉൺഹോനെയാണ് ശ്രദ്ധിക്കുന്നത്. ഉൺഹോയും ജിയോന്റെ അടുത്തേക്കൊക്കെ വളരെയധികം ക്ലോസ് ആയിട്ട് ഇരിക്കുവാനായിട്ട് ശ്രമിക്കുകയും അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ച് പേപ്പറിൽ എന്തൊക്കെയോ വരയ്ക്കുകയും ചെയ്യുന്നതെല്ലാം തന്നെ മിന്നിന്റെ ശ്രദ്ധയിലും പെടുന്നു. അതുകൊണ്ട് തന്നെ ഉൺഹോനെ ഒന്ന് പൊസസീവ് ഒക്കെ ആക്കുവാനായിട്ട് അവനും നമുക്ക് ഇന്ന് നൈറ്റ് ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയാലോ എന്നൊക്കെ ജിയോന്റെ അടുത്തും ചോദിക്കുന്നു. ജിയോണും അതിനൊക്കെ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. പിന്നീട് അവർ ഒന്നിച്ച് പോകുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഉൺഹോ കൂടെ വരുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും മീനും ഞങ്ങൾ മാത്രം പോയിക്കോളാം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഉൺഹോയും വരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജിയോണും ഞങ്ങൾ മാത്രം പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നൊക്കെ പോവുകയാണ്. ഇതൊന്നും തന്നെ ഉൺഹോയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഓൺഹോ ഇപ്പോൾ ഉള്ളത് ബുക്ക് സ്റ്റോറിലൊക്കെ ആണെങ്കിൽ പോലും ജിയോന്റെ ഒരു മെസ്സേജ് പോലും അവന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനും വളരെയധികം jealous ആയിട്ടൊക്കെ അതുമായി ബന്ധപ്പെട്ട ബുക്സ് ഒക്കെ വായിക്കുകയായിരുന്നു. ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന മിയയുടെ ഹസ്ബൻഡും നീ ശരിക്കും ജിയോന്റെ അടുത്ത് jealous ആയിട്ടല്ലേ ഇരിക്കുന്നത്, നിനക്ക് അവളെ എത്രത്തോളം ഇഷ്ടമാണോ എന്നൊക്കെ അവനോടും ചോദിക്കുന്നു. അവനും ഞാൻ ഒരിക്കലും jealous അല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീയും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിയോണും അവിടെ എത്തിയിരിക്കുകയാണ്. ഞാനും ഡിന്നർ കഴിക്കാനായിട്ട് വരുന്നില്ല എന്നൊക്കെ മിനിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ തന്നെ അവനെ വിളിച്ചിട്ട് ഡിന്നറൊക്കെ കഴിക്കാൻ പോയേക്കാമെന്നൊക്കെ ജോൺ പറയുമ്പോഴത്തേക്കും അതിന്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല, നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ടൊക്കെ ഡിന്നർ കഴിക്കാനായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൺഹോയും ഇപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. മിയയും ഹസ്ബൻഡും ഈ ഒരു കാഴ്ചകളെല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇവരും ഉള്ളത്. ജിയോണും ഉൺഹോയും ഒന്നിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ എന്തുകൊണ്ടാണ് നിന്റെ മനസ്സൊക്കെ മാറിയതെന്നൊക്കെ ഹസ്ബൻഡ് മിയയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർ വീണ്ടും അടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുവാനായിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നൊക്കെ മിയയും മറുപടി കൊടുക്കുന്നു. നെക്സ്റ്റ് എന്ന കമ്പനിയുടെ ഡയറക്ടർക്ക് ഇപ്പോൾ വൂവിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നു. ജിയോന്റെ കമ്പനി തരുന്ന സിഒനെ ആണോ അതോ ഹൈജിന്റെ കമ്പനി തരുന്ന സിഒനെ ആയിരിക്കുമോ നീ റെക്കമെൻഡ് ചെയ്യുക എന്നൊക്കെ പൂവിന്റെ അടുത്തൊക്കെ ഡയറക്ടർ ചോദിക്കുമ്പോഴത്തേക്കും നിനക്കും നല്ലൊരു സിഒനല്ലേ ആവശ്യമായിട്ടുള്ളതെന്നൊക്കെ വോവും തിരിച്ച് ഡയറക്ടറിന്റെ അടുത്തും ചോദിക്കുന്നു. ഡയറക്ടറിനെയൊക്കെ കാണുവാനായിട്ട് ഇപ്പോൾ ഹൈജിനും എത്തിയിരിക്കുകയാണ്. ഹൈജിനും അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ചു പേരുടെ ലിസ്റ്റൊക്കെ ഇപ്പോൾ ഡയറക്ടറിനെയും കാണിച്ചു കൊടുക്കുന്നു. ഇതിൽ നിന്നും ഒരാളെ നീ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരാളെ ഞാൻ സിഒയുടെ സ്ഥാനത്തേക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ആ ഒരാളെ ഞാൻ റെക്കമെൻഡ് ഒക്കെ ചെയ്തു തരാം. കഴിഞ്ഞ ദിവസം വൂവും ഒരു ഇവന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വൂ റെക്കമെൻഡ് ചെയ്ത ആളെ ഞാനും റെക്കമെൻഡ് ചെയ്തത് കൊണ്ടായിരുന്നു അയാളെ ജോലിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇവന്റ് ആയിരുന്നു അവൻ നടത്തിയത് പോലും. നിനക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വൂവിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. നീ അല്ലാതെ രണ്ട് ഡയറക്ടേഴ്സ് കൂടി നെക്സ്റ്റ് കമ്പനിയിലൊക്കെ ഉണ്ടല്ലോ, ആ രണ്ട് ഡയറക്ടറും എന്നെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള രീതിക്കൊക്കെയാണ് ഹൈജിനും ഇപ്പോൾ ഡയറക്ടറിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. ജിയോണ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉൺഹോയും അവൾക്ക് കോഫിയൊക്കെ ആയിട്ട് എത്തുകയാണ്. അങ്ങനെ ഇരിക്കെ നാളെ നമുക്ക് അവധിയൊക്കെയല്ലേ, നീയും എന്റെ കൂടെ ഡേറ്റിന് വരുന്നുണ്ടോ എന്നൊക്കെ ജിയോൺ ചോദിക്കുമ്പോഴത്തേക്കും നാളെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണുവാനായിട്ടൊക്കെ പോകണം, ഞാനും പോയിട്ട് വന്നിട്ട് കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ നിനക്കും പറഞ്ഞു തരാമെന്നായിരുന്നു ഉൺഹോയും ജിയോണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസം അവനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആളെയൊക്കെ കാണുവാനായിട്ടും എത്തുന്നു. ഓൺഹോയും കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു തീപിടുത്തത്തിലൊക്കെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അറിയാവുന്ന പാർക്കുന്ന ഒരു വ്യക്തിയെ കാണുവാനായിട്ടാണ് ഇപ്പോൾ അവനും എത്തിയിട്ടുള്ളത്. അന്ന് തീപിടുത്തമൊക്കെ നടന്നപ്പോൾ നിന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ടീച്ചറൊക്കെ ആയിരുന്നു. ആ ടീച്ചർ പിന്നീട് മരിച്ചും പോയി. പക്ഷേ
അയാൾക്ക് ഒരു മകള് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം അവളും അനാഥയായി. അവളെ റിലേറ്റീവ്സ് ഒക്കെ ആയിരുന്നു പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവളും ഏതോ ഒരു കമ്പനിയുടെ സിഇഒ ആയി മാറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പാർക്കും ഇപ്പോൾ ഉൺഹോനെ അറിയിക്കുന്നു. പക്ഷെ കമ്പനിയുടെ പേരൊക്കെ പാർക്കും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ നീയും ആ ഒരു ടീച്ചർ വർക്ക് ചെയ്ത സ്കൂളിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിനക്കും ഡീറ്റെയിൽസ് ഒക്കെ അറിയുവാൻ സാധിക്കുമെന്നൊക്കെ അയാൾ പറഞ്ഞത് പ്രകാരം ഇപ്പോൾ ഉൺഹോയും സ്കൂളിലേക്കൊക്കെ എത്തിക്കുകയാണ്. പക്ഷേ ടീച്ചറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നായിരുന്നു അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കാണ് ഉൺഹോയ്ക്കും പാർക്കിന്റെ അടുത്ത് നിന്ന് മറ്റൊരു കോളൊക്കെ വരുന്നത്. കമ്പനി ഏതാണെന്നൊക്കെ പാർക്കും ഇപ്പോൾ ഓർത്തെടുത്തിരിക്കുകയാണ്. ആ ഒരു കമ്പനി പീപ്പിൾസ് എന്ന കമ്പനിയാണെന്നും അതിന്റെ സിഇഒ ആയിട്ടുണ്ടായിരുന്ന ജിയോണാണ് നിന്നെ രക്ഷിച്ച ആ ഒരു വ്യക്തിയുടെ മകളെന്നുമൊക്കെ ഇപ്പോൾ ഉൺഹോയുടെ അടുത്തും അയാൾ തുറന്നു പറയുന്നു. അങ്ങനെ ഇരിക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ അവനും ഓർക്കുന്നു. അവനും കുട്ടിയായിരിക്കെ സിംഗിൾ പേരന്റ് ഒക്കെ ആയിരുന്നു അവനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവനും ഒറ്റയ്ക്ക് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു താമസിച്ച അപ്പാർട്ട്മെന്റിലൊക്കെ തീപിടുത്തം ഉണ്ടായതും. അവനും വാതിലൊക്കെ തുറന്ന് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവന് പുറത്ത് കടക്കുവാൻ സാധിക്കാത്ത രീതിക്ക് അവനും വീണു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവിടേക്ക് നമ്മുടെ ജിയോന്റെ അച്ഛനൊക്കെ എത്തിയതിനു ശേഷം ഒഡുഹോയുടെ ഡോറൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ട് അകത്തുണ്ടായിരുന്ന ഉൺഹോനെ വെളിയിലേക്കൊക്കെ ഇറക്കിക്കൊണ്ടു വരുന്നു. അങ്ങനെ ഉൺഹോനെ പുറത്തേക്കൊക്കെ ഇറക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഓഫീസേഴ്സും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഉൺഹോനെ സുരക്ഷിതമായിട്ടൊക്കെ ആ ഓഫീസേഴ്സിന്റെ അടുത്തും ജിയോന്റെ അച്ഛനൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് പെട്ടെന്നൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ട് അച്ഛനും മരിക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഉൺഹോയും മിയായിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ജിയോന്റെ അച്ഛനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. കുട്ടിക്കാലത്ത് ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായ സമയത്ത് ഒരു കുട്ടീനെ രക്ഷിക്കുന്നതിനിടയ്ക്കായിരുന്നു ജിയോന്റെ അച്ഛൻ മരിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ജിയോന്റെ അച്ഛനെ ഒരുപാട് പുകഴ്ത്തിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചെറുപ്പത്തിൽ തന്നെ ജിയോന്റെ അമ്മയൊക്കെ മരണപ്പെട്ടു പോയതാണ്. പിന്നീട് അച്ഛനായിരുന്നു അവൾക്ക് ആകെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവളുടെ അച്ഛനും ഇല്ലാതായതിന്റെ വിഷമമൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അവളും അവളുടെ അച്ഛനൊക്കെ വെറുത്തു തുടങ്ങി. അവളുടെ അച്ഛന്റെ റിലേറ്റീവ്സിന് എല്ലാവർക്കും പണം മാത്രമായിരുന്നു ആവശ്യം. അവളെ നോക്കുവാനായിട്ട് ആരും മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൾ വലിയൊരാളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അവരായിരുന്നു ജിജുവിനെ വളർത്തി വലുതാക്കിയതെന്നൊക്കെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ മേയയും പറഞ്ഞൊക്കെ കൊടുക്കുന്നു. ഈ ഒരു സമയത്തെല്ലാം തന്നെ എന്റെ അച്ഛൻ നല്ലൊരു അച്ഛൻ ആയിരുന്നില്ല എന്ന രീതിക്കൊക്കെ ജൂൺ സംസാരിച്ചതിനെ കുറിച്ച് ഉണഹ ഓർക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജിയോന്റെ അടുത്ത് നിന്നും അവനും ഒരു കോളൊക്കെ വരുന്നത്. അവരും ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ബിയോൾ ഇപ്പോൾ ഉള്ളത് ജിയോന്റെ ഒപ്പം ആണെന്നുള്ള കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. ജിയോണും ബിയോളിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പേടിയാണ്. അച്ഛനും പ്രാണികളെയും ബലൂൺ പൊട്ടുന്നതും അമ്യൂസ്മെന്റ് പാർക്കിലുള്ള റൈഡും എല്ലാം തന്നെ പേടിയാണെന്നൊക്കെ ബിയോളും ഇപ്പോൾ ജിയോന്റെ അടുത്തൊക്കെ തുറന്നു പറയുന്നു. അങ്ങനെ ഉണഹോയും ഇപ്പോൾ അവരെ കാണുവാനായിട്ടൊക്കെ മുകളിലും എത്തിയിരിക്കുന്നു. നേരത്തെ ബുക്ക് സ്റ്റോറിലൊക്കെ പോയ സമയത്ത് ഇവർ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ജിയോൺ ഇപ്പോൾ ബ്യോളിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ എത്തിയതും. ബ്യോളും ജിയോണും തലയിൽ സ്ലൈഡൊക്കെ കുത്തുന്ന സമയത്ത് അവർ ഉൺഹോനെ കൂടി കൂടെയൊക്കെ കൂട്ടുകയാണ്. ഇപ്പോൾ അവർ തിരിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്യോളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ബലൂണൊക്കെ പൊട്ടിക്കുന്ന ശബ്ദമൊക്കെ നിനക്ക് പേടിയാണെന്ന് ബ്യോളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ജിയോണും ഇപ്പോൾ അവനോട് പറയുന്നു. എന്തായാലും ബ്യോളിന് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനമൊക്കെ ഉണ്ട്. അവൾക്കും നല്ലൊരു അച്ഛനൊക്കെ കിട്ടിയല്ലോ. എനിക്കും അതിൽ അസൂയൊക്കെ തോന്നുന്നു എന്ന് കൂടി അവളും അറിയിക്കുന്നു. പക്ഷെ നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ഓർത്തിട്ട് ഉണഹോയ്ക്കും കൂടുതലായിട്ട് കുറ്റബോധമൊക്കെയാണ് തോന്നുന്നത്. പിറ്റേ ദിവസം ഉണഹോ ഓഫീസിലേക്കും എത്തുന്നില്ല. ജിയോണും മിയയും ഒരുപാട് അവനെ കോൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവന് ഒരു രീതിക്കും അവരെ കോണ്ടാക്ട് പോലും ചെയ്യുന്നില്ല. ഓൺഹോയും ഇപ്പോൾ ജിയോന്റെ അച്ഛനെ അടക്കിയ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയതിനു ശേഷം എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തനിച്ചാക്കിയൊക്കെ പോകേണ്ടി വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഞാനും അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ അവനും അച്ഛന് വാക്കൊക്കെ കൊടുക്കുന്നു. പിന്നീട് ജിയോനെ വിളിച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്നൊക്കെ അവനും പറയുകയാണ്. അവൾ ഉണ്ടായിരുന്നത് വീട്ടിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺഹോയും അവളെ കാണുവാനായിട്ട് വീട്ടിലേക്കും ചെല്ലുന്നു. നിന്റെ അച്ഛൻ കുട്ടിക്കാലത്ത് ഒരു കുട്ടീനെ രക്ഷിച്ചില്ലേ, ആ ഒരു കുട്ടി ഞാനാണ്. ഇപ്പോൾ നീ ഇങ്ങനെ ജീവിക്കുവാനുള്ള കാരണം തന്നെ ഞാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൻഹോയും അവളുടെ അടുത്തൊക്കെ ക്ഷമ ചോദിക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.